തൻ്റെ 20 മണിക്കൂർ യാത്രയിൽ പകുതി ദൂരം 65 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും ബാക്കി 35 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാൾ സഞ്ചരിച്ച ആകെ ദൂരം എത്ര? യാത്രയ്ക്കെടുത്ത സമയം തന്നിട്ട് 20 മണിക്കൂറാണ്. ആദ്യ പകുതി ഇത്ര വേഗത്തിലാണ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത പകുതി മറ്റൊരു വേഗത്തിലാണ്. അപ്പോൾ പകുതിയായിട്ട് പിരിച്ചിരിക്കുകയാണ് ആ യാത്രയെ. അപ്പോൾ നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത് 2 ഘട്ടങ്ങളിലും സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാണ്, പകുതിയും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സഞ്ചരിച്ച ദൂരങ്ങൾ തുല്യമാകുമ്പോൾ ശരാശരി വേഗത കാണുക. സൂത്രവാക്യം 2 × x × y / x + y. എക്സും വൈയും വേഗതകൾ. ഇപ്പോൾ 2 × 65 × 35 / 65 + 35, 2 × 65 × 35 ഇത് കൂട്ടുമ്പോൾ 100. അത് അവിടെ ഇരിക്കട്ടെ. അത്രയും കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി ദൂരം കാണണം, നമ്മൾ ദൂരമാണ് കാണേണ്ടത്. അതിൻ്റെ സൂത്രവാക്യം സമയം × വേഗത. സമയം നമുക്ക് 20 മണിക്കൂറാണ്, ഇൻറ്റു വേഗതയിൽ കിട്ടിയത് 2 × 65 × 35 / 100. നമുക്ക് ഇത് വെട്ടിക്കളയാം 5 പ്രാവശ്യം. ബാക്കി 2 × 65 × 35 / 5 എന്നാണ്. ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ ഇവിടെ 13 വരും. ഇപ്പോൾ 2 × 13 × 35 കുടിച്ച ഉത്തരം 910 കിലോമീറ്ററാണ് സഞ്ചരിച്ച ദൂരം.